ഹലോ ഗൈസ്, എന്താ എല്ലാവരുടെ എക്സാം പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ തുടങ്ങിയോ? എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയില്ലേ? എന്തായാലും ഇനി നമുക്ക് ഒട്ടും തന്നെ സമയമില്ല. എക്സാം നോട്ടിഫിക്കേഷൻ എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം. സോ എല്ലാവരും മടി പിടിക്കാതെ സ്റ്റാർട്ട് ചെയ്യണം വേഗം തന്നെ. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് എടുക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് എക്സാം പാറ്റേൺ, എക്സാം സിലബസിനെയും കുറിച്ചൊക്കെ ആയിരുന്നു അല്ലേ? അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്, ഒന്നും തുടങ്ങാത്ത ആൾക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ എവിടെ നിന്ന് തുടങ്ങണം എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ വെച്ചിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ലീഗൽ ആപ്റ്റിറ്റ്യൂഡിൽ നമ്മുടെ എക്സാമിൽ മെയിനായിട്ടൊരു സബ്ജക്റ്റാണ് ലീഗൽ. എല്ലാം മെയിനാണ്, അതിൽ ലീഗൽ ആപ്റ്റിറ്റ്യൂഡിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഒന്നും തുടങ്ങാത്ത ആൾക്കാർ കോൺസ്റ്റിറ്റ്യൂഷൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോയി. ഇന്ത്യൻ ഭരണഘടന ആണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. ചെറിയ രീതിയിലൊരു ക്ലാസ് എന്ന് പറയുമ്പം ഞാൻ എസ്സേ പോലെ പറഞ്ഞു പോകുന്നില്ല. നമ്മുടെ എല്ലാവർക്കും അറിയാം, നമ്മുടെ ഒബ്ജക്റ്റീവ് ടൈപ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ എക്സാമിന്. അപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ആയിരിക്കും ഇന്ന് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കാം. അപ്പോൾ തുടങ്ങാം. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടന. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് പറഞ്ഞു വയ്ക്കാം. അപ്പോൾ ആദ്യം തന്നെ വാട്ട് ഈസ് കോൺസ്റ്റിറ്റ്യൂഷൻ, എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ചോദിക്കണമെങ്കിൽ അതിൽ ഒരു 3-4 ആൻസേഴ്സ് വരുന്നുണ്ട്. എന്തൊക്കെയാണ് വരാം? ഒന്ന്, ഫണ്ടമെന്റൽ ലോ ഓഫ് ദ കൺട്രി ആൻഡ് ബേസിക് ലോ ഓഫ് ദി കൺട്രി ആൻഡ് എന്താ, സുപ്രീം ലോ ഓഫ് അവർ ലാൻഡ്, പിന്നെ മാനിഫെസ്റ്റോ ഓഫ് അവർ കൺട്രി. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. എന്തൊക്കെയാണ്? ഫണ്ടമെന്റൽ ലോ, ബേസിക് ലോ, സുപ്രീം ലോ ആൻഡ് മാനിഫെസ്റ്റോ ഓഫ് അവർ കൺട്രി. ഇനി നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ലെങ്തീസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് നമ്മുടെ ഇന്ത്യയുടേത്. അപ്പോൾ അപ്പോൾ ഒരു ചോദ്യം വരും, ഷോർട്ടസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഏതാണ്? അത് നമ്മുടെ അമേരിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് അല്ലേ? അപ്പം ഷോർട്ടസ്റ്റ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് അമേരിക്കയുടെ. അപ്പോൾ ഈ റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ, എഴുതപ്പെട്ട രീതിയിലുള്ള ഭരണഘടന ഏതൊക്കെ രാജ്യത്തിനാണ് ഉള്ളത്? എക്സാമ്പിൾസ് അറിയാം. ഒന്ന് അമേരിക്ക, ഒന്ന് ഫ്രഞ്ച്, പിന്നെ ഇന്ത്യ. അടുത്തത് അൺറിട്ടേൺ. അപ്പോൾ ഉണ്ടാകും അൺറിട്ടേൺ ഉണ്ടല്ലേ? റിട്ടേൺ ഉണ്ടെങ്കിൽ അൺറിട്ടേൺ ഉണ്ട്. അൺറിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ബ്രിട്ടന്റെയും ചൈനയുടെയുമാണ് 2 എക്സാമ്പിൾസ് പറയാൻ പറ്റുന്നത്. പിന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു നേച്ചർ, വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ നേച്ചർ എന്ന് പറയുന്നത് നെയ്തർ റിജിഡ് ഓർ ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ റിജിഡും അല്ല ഫ്ലെക്സിബിളും അല്ല. മനസ്സിലായ? ആ ഒരു രീതിയിലാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു നേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വെക്കുകയാണെങ്കിൽ നെയ്തർ റിജിഡ് നോർ ഫ്ലെക്സിബിൾ എന്നായിരിക്കും ആൻസർ പറയേണ്ടത്. അടുത്തത് കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയുടെ പിതാവ് അതല്ലെങ്കിൽ ആർക്കിടെക്ട് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഡോക്ടർ BR അംബേദ്കർ ആണ് ഫാദർ അല്ലെങ്കിൽ ആർക്കിടെക്ട് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി എന്താ, ഈ ഡോക്ടർ BR അംബേദ്കർ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് ബന്ധപ്പെട്ട് കുറേ കമ്മിറ്റീസ് ഒക്കെ വരുന്നുണ്ട്. അത് നമ്മൾ വഴിയെ പഠിക്കും. അപ്പം അതിലൊരു മേജർ കമ്മിറ്റിയാണ് എന്താണ്, ഈ കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് ബന്ധപ്പെട്ടെന്ന് പറയുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകരിക്കുന്ന സമയത്ത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ കീഴിൽ കുറേ കമ്മിറ്റീസ് വരുന്നുണ്ട്. അതിലൊരു മേജർ കമ്മിറ്റി ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആയിരുന്നു ആര്? ഡോക്ടർ BR അംബേദ്കർ. അപ്പോൾ പിന്നെ ആരാണ്? അംബേദ്കർ നമ്മൾ നേരത്തെ പറഞ്ഞു കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫാദർ ആണ് എന്നറിയപ്പെടുന്നു. ഫാദർ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ആർക്കിടെക്ട് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. പിന്നെ ഇപ്പൊ പഠിച്ചു ചെയർപേഴ്സൺ ഓഫ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. പിന്നെന്താണ്? അംബേദ്കർ വാസ് ദ ഫസ്റ്റ് ലോ മിനിസ്റ്റർ ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ. ഇൻഡിപെൻഡന്റ് ഇന്ത്യയുടെ ഫസ്റ്റ് ലോ മിനിസ്റ്ററും ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. അപ്പൊ അംബേദ്കറിനെ പറ്റി 3 ആൻസർ വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയല്ലേ. ഇനി എന്താ, ഹൂ ഫ്രെയിമഡ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വരും, ആരാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്തത്? അങ്ങനെ ചോദിക്കണമെങ്കിൽ അംബേദ്കർ അല്ലട്ടാ. ആൻസർ എന്താ? കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യുന്നത്.
പ്രിപ്പയർഡ് ആൻഡ് ഫ്രെയിമഡ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. ആരാണ്? കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. ഒരു അസംബ്ലി തന്നെയുണ്ട്. അതൊക്കെ നമുക്ക് വഴിയെ പഠിക്കാം. ഇതൊരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ പറഞ്ഞു വയ്ക്കുന്നതാണ് കേട്ടോ. അതെന്താ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ, അമെൻഡ് ചെയ്യണമെങ്കിൽ അതാർക്കാ പറ്റുക? അത് പാർലമെന്റിനാണ് പറ്റുക. അതോറിറ്റി ടു മേക്ക് ചേഞ്ചസ് ആൻഡ് അമെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആരാണ്? പാർലമെന്റ് ആണ്. അടുത്തെന്താ? പ്രൊട്ടക്ടർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രൊട്ടക്ടർ ആരാണ്? സുപ്രീം കോർട്ട് ആണ്. ആരാണ്? സുപ്രീം കോർട്ടാണ്. അതോറിറ്റി ടു പ്രൊട്ടക്ട് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ആരാ? സുപ്രീം കോർട്ട്. നേരത്തെ പറഞ്ഞതിൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്നൊരു കാര്യം നോട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ നിങ്ങൾ? അപ്പൊ അതിലേക്ക് വരാം. നമ്മൾ ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണം. അത് പ്രിപ്പയർ ചെയ്യാനായിട്ട്, അത് ഫ്രെയിം ചെയ്യാനായിട്ട് നമുക്കൊരു ബോഡി വേണം, ഒരു അസംബ്ലി വേണം എന്നൊരു ആശയം ആദ്യമായി മുന്നോട്ട് വെക്കുന്നത് MN റോയ് ആണ്. 1934 അദ്ദേഹം ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരും, എന്താ പറയുക, ഹു പുട്ട് ഫോർവേഡ് ദ ഐഡിയ ഓഫ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ എന്ന് ചോദിക്കുകയാണെങ്കിൽ ആരുടെ പേര് പറയും? MN റോയ് എന്ന് പറയാം. നമ്മുടെ ഇങ്ങനെ ഒരു ആശയം വന്നുകൊണ്ട് മാത്രം കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി രൂപീകരിക്കപ്പെട്ടൊന്നുമില്ല. അതിലേക്ക് വരുമ്പോൾ ആദ്യം പറഞ്ഞു വെക്കേണ്ടത് ഓഗസ്റ്റ് ഓഫറിനെ കുറിച്ചാണ്. 1940 നമ്മുടെ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഒരു ഓഫർ വെക്കുന്നുണ്ടായി. എന്താണ് ഓഗസ്റ്റ് ഓഫർ എന്ന് പറയുന്നത്? 1940 ഈ ഓഫറിലൂടെയാണ് നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നത് എന്താണ്? ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണം എന്നൊരു കാര്യം നമ്മൾ ഡിമാൻഡ് ചെയ്യണത്. ആദ്യമായിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് പറയുന്നത് ഈ ഒരു ഓഫർ വഴിയാണ്. അതായത് ഓഗസ്റ്റ് ഓഫർ 1940 1940 ഇനി അങ്ങനെ പറഞ്ഞു. അതിനുശേഷം അപ്പോൾ എന്താണ് 1942 1942 ക്രിപ്സ് മിഷൻ എന്ന് പറയുന്നൊരു മിഷൻ കമ്മിങ് ടു ഇന്ത്യയിലേക്ക് വന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് അപ്പോൾ ഇവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇവിടെ ഉണ്ടാക്കുന്നതിന്റെ സാധ്യതകളെ കുറിച്ച് പഠിക്കാനും ഒക്കെ വേണ്ടിയിട്ട് എന്താണ് അവരൊരു മിഷൻ അയച്ചു. അതാണ് ക്രിപ്സ് മിഷൻ എന്ന് പറയുന്നത്. 1942 ക്രിപ്സ് മിഷൻ വരുന്നത്. പക്ഷെ അതൊരു ഫെയിൽഡ് മിഷൻ ആയിരുന്നു, അവര് റിജക്ട് ചെയ്തു. അപ്പോൾ ക്രിപ്സ് മിഷൻ ഒരു ഫെയിൽഡ് മിഷൻ ആയിരുന്നു. അപ്പൊ അതിനുശേഷം ബ്രിട്ടീഷ് പാർലമെന്റ് വേറൊരു മിഷനെയും കൂടി ഇന്ത്യയിലേക്ക് ഈ ഒരു ദൗത്യത്തിന് വേണ്ടിയിട്ട് അയക്കുന്നുണ്ട്. അതാണ് ക്യാബിനറ്റ് മിഷൻ. ഈ ക്യാബിനറ്റ് മിഷനിൽ 3 മെമ്പേഴ്സ് ആണ് ഉണ്ടായിരുന്നത്. ഒന്ന് AV അലക്സാണ്ടർ, 2 സ്റ്റഫോർഡ് ക്രിപ്സ്, 3 പെറ്റ്വിക് ലോറൻസ് എന്ന് പറയുന്ന 3 മെമ്പേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് പക്ഷെ ഒരു സക്സസ്ഫുൾ മിഷൻ ആയിരുന്നു. അവര് എഗ്രി ചെയ്തു, സെറ്റാക്കി. അപ്പൊ അതിനുശേഷം 1946 ഡിസംബർ 6 കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഫോം ചെയ്യണയാണ്. നമുക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് 1946 ഡിസംബർ 6 കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്തു. അപ്പൊ എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്തു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. 1946 ഡിസംബർ 6. ഇനി ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ 389 മെമ്പേഴ്സ് ആണ് ഉണ്ടായിരുന്നത്. അത് പാർഷ്യലി എലക്റ്റഡും പാർഷ്യലി നോമിനേറ്റഡ് ആയിട്ടുള്ള മെമ്പേഴ്സ് ആയിരുന്നു. എലക്ട് ചെയ്യപ്പെട്ടവരും നോമിനേറ്റ് ആയവരുമായിരുന്നു അതിലുണ്ടായിരുന്നത്. അതില് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രൊവിൻസസിൽ നിന്ന് 296 പേരുണ്ടായിരുന്നു. എത്ര പേരാ? 296. ഈ 296 പേരും എലക്റ്റഡ് മെമ്പേഴ്സ് ആയിരുന്നു. പിന്നെ ഇന്ത്യൻ പ്രിൻസിലി സ്റ്റേറ്റിൽ നിന്ന് 93 പേരുണ്ടായിരുന്നു. അവര് നോമിനേറ്റഡ് മെമ്പേഴ്സ് ആയിരുന്നു. പിന്നെ ഈ ഇത്രയും മെമ്പേഴ്സിൽ ഏകദേശം 15 വുമൺ ഉണ്ടായിരുന്നു. 15 വുമണും കൂടി ഉണ്ടായിരുന്നു. പിന്നെ ഇനി ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അപ്പോൾ രൂപീകരിച്ചു. ഇനി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഫസ്റ്റ് മീറ്റിംഗ് നടക്കുന്നത് 1946 ഡിസംബർ 9 1946 ഡിസംബർ 9 കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഫസ്റ്റ് മീറ്റിംഗ് നടക്കുന്നത്. അത് എവിടെ വെച്ചാണ് നടക്കണേ? ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ്
നടക്കുന്നത്. അപ്പം അതൊരു ക്വസ്റ്റ്യൻ ആണ്. ഇനി ഈ ഫസ്റ്റ് മീറ്റിംഗിൽ ആകെ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് 211 മെമ്പേഴ്സാണ്. അതിൽ ആകെ 9 സ്ത്രീകൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഈ ഫസ്റ്റ് മീറ്റിംഗിൽ വെച്ച് ഡോക്ടർ സച്ചിദാനന്ദ സിംഗിനെ നമ്മൾ ടെമ്പററി പ്രസിഡൻ്റായിട്ട് എലക്ട് ചെയ്തു. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ടെമ്പററി പ്രസിഡന്റ് ആയിട്ട് ആരെയാണ് എലക്ട് ചെയ്തത്? ഡോക്ടർ സച്ചിദാനന്ദ സിംഗിനെയാണ് എലക്ട് ചെയ്തത്. അപ്പോൾ ടെമ്പററി പ്രസിഡന്റിനൊക്കെ എലക്ട് ചെയ്തതിന് ശേഷം മീറ്റിംഗ് ഒന്നും കൂടി അതേ വർഷം 1946 ഡിസംബർ 11 പെർമനന്റ് പ്രസിഡന്റിനെ എലക്ട് ചെയ്തു. അതാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. പിന്നെ പ്രസിഡന്റായിട്ട് അത് കഴിഞ്ഞിട്ട് HC മുഖർജിനെയും VT കൃഷ്ണമാചാര്യനെയും വൈസ് പ്രസിഡൻസ് ആയിട്ട് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ട് എലക്ട് ചെയ്തു. ഇനി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ലീഗൽ അഡ്വൈസർ എന്ന് പറയുന്നത് ആരാന്നൊരു ക്വസ്റ്റ്യൻ വരാണെങ്കിൽ അതാണ് BN റാവു. BN റാവു ആണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ലീഗൽ അഡ്വൈസർ, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ആണ് BN റാവു. അപ്പോൾ 11 കഴിഞ്ഞിട്ട് 13 ജവഹർലാൽ നെഹ്റു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി മുൻപാകെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അഡോപ്റ്റ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം നമ്മുടെ ജനുവരി 22, 1947 അടുത്ത വർഷം ജനുവരി 22 ആയപ്പോൾ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷന്റെ ഒരു മോഡിഫൈഡ് വേർഷൻ എന്തായിട്ട് മാറ്റി? പ്രിയാമ്പിൾ ആയിട്ട് ഫോം ചെയ്തു. അപ്പോൾ പ്രിയാമ്പിൾ ആണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആണ് ലേറ്റർ എന്തായിട്ട് മാറുന്നത്? പ്രിയാമ്പിൾ ആയിട്ട് മാറുന്നത്, കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിൾ ആയിട്ട് മാറുന്നത്. ഇനി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ കീഴിൽ നമുക്കൊരു 22ഓളം വരുന്ന ഇമ്പോർട്ടൻറ്റ് കമ്മിറ്റീസ് ഉണ്ട് കേട്ടോ. ആ കമ്മിറ്റീസ് ഓരോന്നും നമുക്ക് പറയാം. ഇതിൽ മെയിനായിട്ട് മേജർ കമ്മിറ്റീസും മൈനർ കമ്മിറ്റീസും എന്നുള്ള രീതിയിലാണ്. ഞാൻ മൈനർ കമ്മിറ്റീസ് ഇവിടെ ചേർക്കാം, മേജർ കമ്മിറ്റീസ് നമുക്ക് പറഞ്ഞു പോകാം. അപ്പോൾ മേജർ കമ്മിറ്റീസിൽ വരുന്നത് ഫസ്റ്റ് യൂണിയൻ പവർ കമ്മിറ്റി. യൂണിയൻ പവർ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആയിരുന്നു ജവഹർലാൽ നെഹ്റു. ഇനി യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, അതിൻ്റെയും ചെയർപേഴ്സൺ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു തന്നെയായിരുന്നു. ഇനി പ്രൊവിഷണൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ സർദാർ വല്ലഭായ് പട്ടേൽ. പിന്നെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആയിരുന്നു ഡോക്ടർ BR അംബേദ്കർ. ഇനി അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്സ് മൈനോറിറ്റീസ് ആൻഡ് ട്രൈബൽ എക്സ്ക്ലൂഡഡ് ഏരിയാസ്, അതാരായിരുന്നു? അതിന്റെ ചെയർപേഴ്സൺ സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. ഇനി റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റി ഉണ്ടായി. ആ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആയിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇനി സ്റ്റേറ്റ് കമ്മിറ്റി, സ്റ്റേറ്റ് കമ്മിറ്റിയുടെയും ചെയർപേഴ്സൺ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ രാജേന്ദ്ര പ്രസാദ്, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഇതാണ് മേജർ കമ്മിറ്റീസ്. മൈനർ കമ്മിറ്റീസ് നമ്മൾ ഇവിടെ ചേർക്കുന്നതായിരിക്കും. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്മിറ്റി എന്ന് പറഞ്ഞില്ലേ, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, അതിലേക്ക് വരാം. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലേക്ക് വരുമ്പോൾ 7 മെമ്പേഴ്സാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. അതിൽ തന്നെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആയിരുന്നു ഡോക്ടർ BR അംബേദ്കർ. ഇനി ആ 7 മെമ്പേഴ്സ് ആരൊക്കെയായിരുന്നു ഉള്ളത് പറയാം. 1 ഡോക്ടർ BR അംബേദ്കർ ചെയർപേഴ്സൺ, 2 N ഗോപാലസ്വാമി അയ്യങ്കർ, 3 അല്ലാദി കൃഷ്ണസ്വാമി അയ്യർ, 4 ഡോക്ടർ KM മുൻഷി, 5 സയ്യിദ് മുഹമ്മദ് സാദുള്ള, 6 N മാധവ റാവു, 7 TT കൃഷ്ണമാചാരി. അങ്ങനെ 7 മെമ്പേഴ്സ് അടങ്ങുന്നതായിരുന്നു നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഇനി ഈ 7 പേരടങ്ങുന്ന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്നത് 1947 ഓഗസ്റ്റ് 29 എന്നാണ്. 1947 ഓഗസ്റ്റ് 29 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ ഫോം ചെയ്തെടുക്കാനായിട്ട് എത്ര നാളെടുത്തു എന്ന് അറിയണ്ടേ? 2 വർഷവും 11 മാസവും 18 ദിവസവും. ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ എത്ര?
2 years 11 months and 18 days ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്ന് ഫ്രെയിം ചെയ്തെടുക്കാനായിട്ട്, കംപ്ലീറ്റ് ആവാനായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി എടുത്ത ദിവസങ്ങൾ അല്ലെങ്കിൽ ടൈം എന്ന് പറയണത്. ഇനി എന്താ, ഇനി കുറച്ച് അങ്ങനെ 2 വർഷവും 11 മാസവും 18 ദിവസവും എടുത്ത് കംപ്ലീറ്റ് ആക്കിയ കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി മുമ്പാകെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അഡോപ്റ്റ് ചെയ്യുന്നത് എന്നാണ് 1949 നവംബർ 26 കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി കോൺസ്റ്റിറ്റ്യൂഷനെ അഡോപ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നത്, കമ്മിങ് ടു ഫോഴ്സ്, അതെന്താണ് 1949 ജനുവരി 26 നിലവിൽ വരുന്നത്. പിന്നെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു പോകാം. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്ന സമയത്ത് ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ അന്നുണ്ടായിരുന്നത് 395 ആർട്ടിക്കിൾസും 8 ഷെഡ്യൂൾസും 22 പാർട്സും ആണ്. പക്ഷേ ഇന്നത് 471 ആർട്ടിക്കിൾസും 12 ഷെഡ്യൂൾസും 25 പാർട്സും ആയിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ കാലിഗ്രഫർ അല്ലെങ്കിൽ ഹാൻഡ് റോട്ട് ചെയ്തത് ആരാണെന്ന് ഒരു ക്വസ്റ്റ്യൻ പറയണമെങ്കിൽ ഇതാരാണ്? പ്രേം ബഹാരി നരൈൻ റൈസാദയാണ് കാലിഗ്രഫർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അടുത്തത് ആരാണ്? ഹൂ ഇലുസ്ട്രേറ്റഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ആരാണ് ഇലുസ്ട്രേറ്റ് ചെയ്തത്? നന്ദലാൽ ബോസ് ആണ്. ഇനി ഡിസൈൻ ചെയ്തത് ആരാണ്? നമ്മുടെ പ്രിയാമ്പിളിന്റെ ഒരു പേജ് ഡിസൈൻ ചെയ്തത് ആരാണ്? ബിയോഹർ രാം മനോഹർ സിംഹയാണ്. ഇനി സ്കെച്ച് ചെയ്തത് ആൻഡ് ഇലുമിനേറ്റഡ് നാഷണൽ എംബ്ലം സ്കെച്ച് ചെയ്ത് ഇലുമിനേറ്റ് ചെയ്തത് ആരാണ്? ദിനാന്ത് ഭാർഗവയാണ്. ഇനി നമ്പർ ഓഫ് ഇലിസ്ട്രേഷൻസ് ഇൻ ദ ഒറിജിനൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഒറിജിനൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള ഇലിസ്ട്രേഷൻസ് എത്രയാണ്? 22 എണ്ണമാണ്. ഇനി എന്താ, അപ്പൊ ഇത്രയൊക്കെയാണ് ആ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയും കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ഇൻട്രൊഡക്ഷനിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും ആ ഒരു സ്റ്റാർട്ടിങ്ങും. ഇനി അടുത്തൊരു പാർട്ടിൽ നമുക്ക് ബാക്കി അതിൻ്റെ ഫ്യൂച്ചേഴ്സും സാലന്റ് ഫ്യൂച്ചേഴ്സ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സോഴ്സസ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അതൊക്കെ നമുക്ക് പറഞ്ഞു പോകാം. അപ്പോൾ ഇന്ന് ഇത്രയും മതി. ഇന്നൊരു ജസ്റ്റ് സ്റ്റാർട്ടിംഗ് ആണ്. ഈ ഒരു രീതിയിൽ തന്നെ പറഞ്ഞു പോയാൽ മതിയായിരിക്കും അല്ലേ? ഇതാകുമ്പോൾ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ പ്രത്യേകത എന്ന് വെച്ചാൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഈ ഒബ്ജക്റ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂലാണ്. അപ്പോൾ നമുക്ക് കുറേ ഒബ്ജക്റ്റീവ് ടൈപ്സ് ക്വസ്റ്റ്യൻസ് കിട്ടും. ഞാനിവിടെ എഴുതി കാണിക്കുന്നതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്തിട്ട് നന്നായി പഠിക്കാം. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. എല്ലാ തവണയും ചോദിച്ച് കാണാറുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും പഠിക്കാം. സ്റ്റാർട്ട് ചെയ്യാത്തവർ ആദ്യം കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തോളൂ. അതിനുശേഷം നമുക്ക് ലീഗൽ ആപ്റ്റിറ്റ്യൂഡിൽ വേറെയും കാര്യങ്ങൾ പഠിക്കാം. അപ്പോൾ തുടങ്ങാത്തവർ ഇന്ന് തന്നെ തുടങ്ങുക. അപ്പോൾ അടുത്തതും ഇനി വഴിയെ ഇതിൻ്റെ ബാലൻസ് വീഡിയോസ് ആയിട്ടും ഒക്കെ ആയിട്ട് വരാം. ഇന്നൊരു ജസ്റ്റ് ഒരു സ്റ്റാർട്ടിംഗ് ആയിരുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ. നെക്സ്റ്റ് ഡേ നമുക്ക് വേറെ ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ശരി എന്നാ, ബൈ, ഓൾ ദി ബെസ്റ്റ്.